ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ ഞാൻ നല്ല പോലെ വളർത്തി നല്ല നിലയിലാക്കി. അത് ഇങ്ങനത്തെ ഒരുത്തിയുടെ പിറകെ നടക്കാനാണോ? അവന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അവനും തന്നെ അവസരം കൊടുത്തപ്പോ അവൻ കണ്ടുപിടിച്ചത് ഒരു ഭൂലോക ഫ്രോഡിനെയാ. അതുകൊണ്ട് ഇനി എന്തു വന്നാലും ശരി, ഞാൻ തീരുമാനിച്ചതേ നടക്കൂ. അത് 3.5 തരം. അതിന് ആരും വക്കാലത്തുമായിട്ട് വരണ്ട. അവൻ അമ്മയുടെ മോനാണെന്നല്ലേ പറയുന്നത്. അപ്പോ അമ്മ പറയുന്നത് അനുസരിക്കുകയും വേണം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ പറയുന്നതൊക്കെ എന്നും അവൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ മുമ്പത്തെ പോലെ അല്ല ഇത്. ഇത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൻ ആരോടൊപ്പം ജീവിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ മുഴുവൻ തീരുമാനവും അവന് മാത്രം അവകാശപ്പെട്ടതാ. ഒരു പരിധിക്കപ്പുറം നീ അവനെ ഭരിക്കാൻ ചെന്ന അവൻ തിരിഞ്ഞു നിന്ന് അവന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞ അവിടെ തീരുവല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലേക്കാ നീയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അനസൂയെ ഒരു തരത്തിലും അവനങ്ങനെ കാണാൻ പറ്റില്ല. അത് നിനക്കും അറിയാം. പിന്നെ നിന്റെ വാശിയുടെ പുറത്താ നീ ഇപ്പൊ ഈ വിവാഹം തീരുമാനിച്ചത്. നമ്മുടെ മോന്റെ ജീവിതം നിന്റെ വാശിയിൽ തകർക്കരുത് രമേ. അവള് എങ്ങനെ ഉള്ളവളോ ആയിക്കോട്ടെ, അവൻ സ്നേഹിച്ച പെൺകുട്ടി ഐശ്വര്യ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അർജുൻ ഇപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പരസ്പരം സ്നേഹിച്ച രണ്ടുപേരെ തമ്മിൽ പിരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആ ശാപവും കൂടി നീ വാങ്ങരുത്. നീ ബാക്കിയെല്ലാം മറന്ന് അവന്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്ക്. എല്ലാം മറക്കണോന്ന് പറഞ്ഞ ആ ആൾമാറാട്ടക്കാരിയെ വിളക്ക് കൊടുത്ത് ഈ വീട്ടിലേക്ക് കയറ്റുന്ന കാര്യമാണെങ്കിൽ അതും മറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകത്ത് ആദ്യമായിട്ട് സ്നേഹിക്കുന്ന ആളൊന്നും അല്ലല്ലോ എന്റെ മോൻ. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അകലുന്നതും വേറൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. പുതുതായി ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോ പഴയതിനെയൊക്കെ സാവധാനം മറന്നു തുടങ്ങും. പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കുമ്പോ കിട്ടുന്ന ശാപം, അത് ഞാൻ കാര്യമാക്കുന്നില്ല. ആ ശാപം എനിക്ക് പണ്ടേ ഉള്ളതാ. അർഹതയില്ലാത്ത 2 പേര് പിരിയുന്നത് തന്നെയാ നല്ലത്. അത് അർജുന്റെ കാര്യമായാലും മറ്റാരുടെ കാര്യമായാലും.